ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ ഒരു ഫോൺ വിളി അകലത്തിലും അതെ എന്ന് പറയുകയാണ് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. കരാർ നടപ്പാക്കാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ വിളിക്കാത്തത് കൊണ്ട് എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അതായത് കരാറിൽ ഒപ്പിടാൻ മോദി നേരിട്ട് വിളിക്കണമെന്ന് ട്രംപിന്റെ ഈഗോ ആഗ്രഹിക്കുന്നു എന്ന് ചുരുക്കം. അതേസമയം കഴിഞ്ഞ വർഷം മോദിയും ട്രംപും 8 തവണ ഫോണിൽ സംസാരിച്ചു എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ട്രംപും മോദിയും തമ്മിലുള്ള സൗഹൃദം പ്രശസ്തമാണെങ്കിലും പുതിയ വ്യാപാര ഉടമ്പടികൾ സംബന്ധിച്ച ചർച്ചകൾക്ക് മോദിയുടെ ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള ഇടപെടൽ അമേരിക്ക പ്രതീക്ഷിക്കുന്നു എന്നാണ് US വാണിജ്യ സെക്രട്ടറിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിക്കാത്തതാണ് കരാർ പൂർത്തിയാകാത്തതിന് കാരണമെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. But let's be clear. It's his deal. Yeah. Okay? He's the closer. He does the deal. So I said, you got to have Modi. It's all set up. You have to have Modi call the president. They were uncomfortable doing it. So Modi didn't call. Wow. So that Friday left, the middle of the next week. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇന്ത്യയും USഉം തമ്മിൽ വ്യാപാര കരാർ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ഇരു വിഭാഗങ്ങളും 6 തവണ ചർച്ചകൾ നടത്തിയിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ 25% അടക്കം ഇന്ത്യക്കെതിരെ 50% നികുതിയാണ് US ചുമത്തിയിട്ടുള്ളത്. മറ്റേതു രാജ്യത്തെക്കാളും കൂടുതൽ നികുതി US ചുമത്തിയത് ഇന്ത്യക്കെതിരെയായിരുന്നു. വീണ്ടും ഇന്ത്യക്കെതിരെ 500% നികുതി ചുമത്താനുള്ള ബിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം US സെനറ്റർ ലിൻസെ ഗ്രഹാം അറിയിച്ചിരുന്നു. 2024-25 വരെ 4 വർഷം തുടർച്ചയായി US ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 18% US-ലേക്കാണ്. ഇറക്കുമതി 6.22% മാത്രവും. അതേസമയം കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള 2 മാസങ്ങളിൽ കയറ്റുമതി 8.58% നിന്നും 6.3% ഇടിഞ്ഞതിനാൽ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കൽ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അധികാരമേറ്റത് മുതൽ വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നത്. ഇന്ത്യയെ ഒരു നികുതി രാജ്യം എന്ന് ട്രംപ് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക എന്നത് ട്രംപിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. അതേസമയം അമേരിക്കൻ സെക്രട്ടറിയുടെ പ്രസ്താവനയോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.